ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു പുതിയൊരു കിഡിലെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട്ടിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ്. നമ്മളിത് ബ്രെഡും മുട്ടയും കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം ഇപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 4 ബ്രെഡ് എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്നിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം ഒരുപാട് പൊടിഞ്ഞു പോവില്ല, ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞു പോവില്ല. നമുക്ക് അങ്ങനെയാണ് കിട്ടാനുള്ളത്. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞവടി കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞു വരും. ഇനി നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ദോശത്തവയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് ദോശത്തവ ഇല്ലാന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ സ്ക്വയർ വലുതില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ഫ്രൈ പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാള ചേർത്തിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ട് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്നതിന് ശേഷം നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിപ്പോൾ എണ്ണ കുറച്ച് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മുട്ടയുടെ ആ ഒരു വെള്ളമൊക്കെ അങ്ങ് പോയി ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ആയിട്ട് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം ഞാനിത് ചിക്കൻ വേവിച്ചെടുത്തതാണ്. വേവിച്ചതിൻ്റെ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, ഉപ്പ് ഇത് ചേർത്താണ് വേവിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഇല്ലാതെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് തട്ടുക ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കാം. കാരണം ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കാനും ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനും വേണ്ടിയിട്ടാണ്, ഒന്ന് ഡ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ നല്ല ഈർപ്പമുണ്ട്, ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതുകൊണ്ട് നല്ല ഈർപ്പമുണ്ട്. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, എങ്കിലേ നല്ല ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് ഒരുമിച്ച് ചേർത്ത് വെച്ച് കൊടുക്കാം, എങ്കിൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ഡ്രൈ ആയിട്ടും നല്ല മസാലയൊക്കെ എല്ലായിടത്തും ഒരുപോലെ പിടിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചേർത്ത് വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഇതൊന്ന് ഒരു പ്രാവശ്യം ഒന്നിങ്ങനെ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് പാത്രത്തിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഒരു ബ്രെഡും മുട്ടയും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതും നമ്മളിപ്പോൾ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്.